അശ്രദ്ധയരുത് എന്നതാണ് ഇന്നത്തെ വിഷയം. അശ്രദ്ധ പല തലത്തിലുമുണ്ട്. ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനം തത്പര സംയതേന്ദ്രിയ ജ്ഞാനം ലബ്ധ്വാ പരാം ശാന്തി അചിരേണാധി ഗച്ഛതി എന്ന് 4-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്. ശ്രദ്ധയുള്ളവന് ജ്ഞാനം ലഭിക്കുന്നു. ശ്രദ്ധ ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും വേണം, എപ്പോഴും വേണം. അത് പലപ്പോഴും ചിലർ സ്വന്തം കാര്യത്തിലേക്ക് മാത്രമായിട്ട് ഒതുക്കി നിർത്തും. അതല്ല, അന്യരിലും ശ്രദ്ധ വേണം. അന്യരിൽ മാത്രം പോരാ, അത് സമൂഹത്തിന് ഒരുമിച്ചുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടിയിട്ടും വേണം. അങ്ങനെയുള്ളൊരു കാഴ്ചപ്പാടിൻ്റെ ഉദാഹരണം ശ്രീകൃഷ്ണൻ തന്നെ കാണിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണന് അർജുനനോട് മാത്രമല്ല ശ്രദ്ധയുള്ളത് വ്യക്തി എന്ന നിലയിൽ. ദുര്യോധനെയും അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. ശ്രീകൃഷ്ണൻ ഉപദേശിച്ചത് അർജുനനെ മാത്രമല്ല, ദുര്യോധനെയും ഉപദേശിച്ചിരുന്നു. അതിൽ പരം കാര്യങ്ങൾ വ്യക്തമാകാൻ തൻ്റെ ഭഗവത് ദൂത് പോയപ്പോൾ തൻ്റെ വിശ്വരൂപം പ്രദർശിപ്പിച്ചും ബോധ്യപ്പെടുത്തിയിരുന്നു. ഇങ്ങനെയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് യുദ്ധം അനിവാര്യമായത്. അവിടെ തളർന്നുപോയ അർജുനന് ഏറ്റവും ഉത്തമമായ ഉപദേശങ്ങൾ കൃഷ്ണൻ നൽകുകയും ചെയ്തു. അപ്പോൾ സ്വന്തം കാര്യത്തിൽ മാത്രം പോരാ, അന്യരുടെ കാര്യത്തിലും ശ്രദ്ധ വേണം, പരിസരങ്ങളിൽ ശ്രദ്ധ വേണം, മറ്റ് സമൂഹത്തിനാകെയും ഒരു ശ്രദ്ധ വേണം. അതുകൊണ്ടാണ് ശ്രദ്ധാവാൻ ലഭത്തെ ജ്ഞാനമാണ് ഉണ്ടാവുന്നത്. തത്പര സംയതേന്ദ്രിയ, അത് അദ്ദേഹം ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച ഒരാളും കൂടി ആയിരിക്കണം. അപ്പോൾ ജ്ഞാനം ലഭിച്ചാൽ ശാന്തിയും ലഭിക്കും എന്നത്രേ ഇതിലൂടെ പറഞ്ഞു വരുന്നത്. ഈ ശാന്തി ലഭിക്കുന്നതിന് അശ്രദ്ധധാന പുരുഷ എന്ന് മറ്റൊരു ശ്ലോകം നേരത്തെ അതിനു മുൻപ് ഒരു 9-ാം ശ്ലോകത്തിൽ, 9-ാമത്തെ അധ്യായത്തിൽ 3-ാം ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അശ്രദ്ധധാന പുരുഷ ധർമ്മസ്യാസ്യ പരന്തപ അപ്രാപ്യമാം നിവർത്തന്തേ മൃത്യു സംസാര വൽമനി എന്നാണ്. അശ്രദ്ധയുള്ള പുരുഷൻ എന്നല്ല, പുരുഷൻ എന്ന് വെച്ചാൽ ഒരു വ്യക്തിയല്ല. പുരുഷ എന്ന് പറയുമ്പോഴേക്കും, പുരുഷാരം എന്ന് പറയുമ്പോൾ നമ്മൾ ജനക്കൂട്ടത്തെയാണ് ഉദ്ദേശിക്കുന്നത്, എല്ലാവരും, ആരെയും ഉദ്ദേശിക്കുകയാണ്. അശ്രദ്ധയുള്ള ആളുകൾ ധർമ്മത്തിൽ ഒട്ടും തന്നെ അശ്രദ്ധ കാണിക്കാത്തവരാണ്. ഹേ പരന്തപ അർജുന, നീ ഒരു കാര്യം ശ്രദ്ധിക്കൂ, എന്നെ പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് പല വഴികളുണ്ട്. അത് മൃത്യുവിൽ നിന്ന് രക്ഷ നൽകുന്നതാണ്. ഇതിന് ശ്രദ്ധയെക്കുറിച്ച് പറയുമ്പോൾ പല വഴികളുണ്ടെന്ന് പറഞ്ഞു. പല വഴികളിലൂടെ നമുക്ക് ലക്ഷ്യത്തിലെത്താം. ആ ലക്ഷ്യത്തിൽ എങ്ങനെ എത്തണം എന്നതിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയിൽ 3 തലങ്ങളെപ്പറ്റി പറയുന്നുണ്ട്. സാത്വികം, രാജസം, താമസം എന്നിങ്ങനെ. ശ്രദ്ധയെന്ന് വെച്ചാൽ ഒരു തരം തപസ് തന്നെയാണ്. ഈ തപസ്സിൻ്റെ 3 തലങ്ങളാണ് സാത്വികമായിട്ടും രാജസമായിട്ടും താമസമായിട്ടുള്ളത്. തപസ് മാത്രമല്ല, ജീവിത രീതി തന്നെ സാത്വികമായ രീതിയിൽ അതെല്ലാം ഉൾക്കൊള്ളുന്നതാണ്. സാത്വികമായതിൽ ബഹുമാനം, ആദരവ്, ഗുരു തുല്യരായവരോട് കാണിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനം. ഏറ്റവും ആദരവോട് കൂടിയിട്ട് കഴിയുക. പിന്നെയും ഉള്ള ഭാഗമാണ് ശാരീരികത്തിൻ്റെ കൂടെ വാങ്മയം, മാനസികം എന്നീ തപസ്സുകളുമുണ്ട്. ഇവയെല്ലാം ശാരീരികമായിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ, വാങ്മയമായിട്ടുള്ളത് വാക്കുകൊണ്ടുള്ള മര്യാദയും ശ്രദ്ധയുമാണ്. മാനസികം എന്നുള്ളതും അതുപോലെ തന്നെ പുരാണ പഠനവും അതിലുള്ള ശ്രദ്ധയും സത്യനിഷ്ഠയും ഒക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനസികമായ ചിത്തശുദ്ധിക്ക് നമുക്ക് വളരെയേറെ ശ്രദ്ധ കൊടുക്കണമെന്ന് ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്നു. ഈ നിഷ്ഠകൾ ചേർത്തുകൊണ്ടുള്ള ഒരു ജീവിത രീതി നമ്മുടെ സമൂഹത്തിൽ നേരത്തെ തന്നെ ഉണ്ട്. അതിനുള്ള ഒരു ശ്ലോകം പറയാവുന്നത് ശരീരം, വാക്ക്, മനസ്സ്, കായേന വാച മനസ എന്നുള്ളതാണ്. അത് ചേർത്തുകൊണ്ടുള്ളൊരു ശ്ലോകമുണ്ട്. അത് നമ്മുടെ കർമ്മങ്ങളെ എല്ലാം യോജിപ്പിച്ച് അതിൽ വന്നുപോയ തെറ്റുകൾ ക്ഷമിക്കണമെന്ന് പറയുന്നതാണ്.
ഏത് തരത്തിലും വരാം. അങ്ങനെ ഒരു പ്രാർത്ഥനയോടുകൂടിയാണ് പഴയ ആളുകൾ കിടന്നുറങ്ങിയിരുന്നത്. കായേന വാചാ മനസേന്ദ്രിയേർവ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവ കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. കായേന വാച മനസ്സ എന്ന് മാത്രമല്ല, സർവകല ഇന്ദ്രിയങ്ങളെ കൊണ്ടും, ഏതേത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്ന് വെച്ചാലും ഉപദ്രവം അല്ലെങ്കിൽ ദ്രോഹം മറ്റുള്ളവർക്കായി പ്രവർത്തിച്ചിരിക്കാം. ബുദ്ധ്യാത്മനാവ പ്രകൃതി സ്വഭാവം, ബുദ്ധി കൊണ്ടോ ആത്മാവ് കൊണ്ടോ പ്രകൃതി സ്വഭാവം കൊണ്ടോ സ്വാഭാവികമായോ ഏതെങ്കിലും തരത്തിലുള്ളതായ കരോതി യദ്യത് സകലം പരസ്മൈ, അങ്ങനെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് നാരായണായേതി സമർപ്പയാമി, ഭഗവാൻ വിഷ്ണുവിനായിക്കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ ഒരു ചിന്ത ചിലർക്ക് അത് വിഷ്ണുവിനെ നിന്ന് മാറ്റിയിട്ട് ശിവനെക്കുറിച്ചിട്ടും ആയിട്ടുണ്ട്. അത് മറ്റൊരു തരത്തിലാണ്. അത് കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഇവിടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെ. നാരായണായേതി സമർപ്പയാമി എന്നുള്ളതിന് പകരം മഹാദേവ ശംഭോ എന്നാക്കി മാറ്റുന്നു. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമുക്കിതിനെ കാണാം. ഏത് ദൈവത്തിൽ വിശ്വസിച്ചാലും ആ ദൈവത്തെ കരുതിക്കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറയാവുന്നതാണ്. ഇതിനെ മലയാളത്തിലാക്കി നമുക്ക് പറയുന്നതിലും വിഷമമില്ല. ഇത് തന്നെയാണ് തത്വം ഇരിക്കുന്നത്. അതെങ്ങനെയാക്കാം? മലയാളത്തിലാണെങ്കിൽ ഇങ്ങനെയാക്കാം. വാക്കിനാൽ ദേഹത്താൽ ചിന്തയാലും അറിയാതെയും ഞാൻ അറിഞ്ഞുകൊണ്ടും ചെയ്തതം കർമ്മങ്ങളൊക്കെയും നിൻ പദതാരിൽ വെച്ചു തൊഴുന്നു ദേവാ. വളരെ ലളിതമായി മലയാളത്തിൽ പറയുന്നു. വാക്കിനാൽ ദേഹത്താൽ ചിന്തയാലും അറിയാതെയും ഞാൻ അറിഞ്ഞുകൊണ്ടും ചെയ്തതം ദോഷങ്ങളൊക്കെയും നിൻ പദതാരിൽ വെച്ചു തൊഴുന്നു ദേവാ. ഇത് ദേവൻ മഹാദേവനും ആവാം, വിഷ്ണുദേവനും ആകാം. അങ്ങനെ ഏത് ദേവനെ നാം ഉപാസിച്ചുകൊണ്ടായാലും നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും ശരീരം കൊണ്ടും ചെയ്യുന്ന, അറിയാതെയും ഞാൻ അറിഞ്ഞുകൊണ്ടും, നമുക്ക് ബോധപൂർവമാകാം, അറിയാതെ തെറ്റിപ്പോകാം. ഒരു അവസരത്തിൽ ഈവൻ സ്വപ്നത്തിൽ പോലും നമുക്ക് സംഭവിക്കാം തെറ്റുവന്നത്. ഈ തെറ്റുകൾ എങ്ങനെയായാലും അതാണ് അറിയാതെയും ഞാൻ അറിഞ്ഞുകൊണ്ടും എന്ന് പറയുന്നത്. ചെയ്തതാം ദോഷങ്ങളൊക്കെയും നിൻ പദതാരിൽ വെച്ചു തൊഴുന്നു ദേവ. ഒരു തരത്തിലുള്ളതായ ദ്രോഹവും ഞാൻ ചെയ്യരുതെന്നാണ് മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാക്കുകൊണ്ടും അതെ, ശരീരം കൊണ്ടും അതെ. അങ്ങനെ അഥവാ ഏതെങ്കിലും തരത്തിൽ ചെയ്തു പോയി, ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിച്ചു പോയി എങ്കിൽ അതിന് ക്ഷമ ചോദിക്കുന്നു. അതൊക്കെയും അങ്ങ് ക്ഷമിക്കണമേ മഹാദേവ എന്ന്, മഹാവിഷ്ണു അല്ലെങ്കിൽ ഏത് ദേവനായാലും ദേവിയായാലും ശരി, അവരുടെ പദതാരിൽ വെച്ച് തൊഴുന്നു ദേവ എന്നുള്ളതായ ഒരു ക്ഷമ ചോദിക്കലാണ്. ഇതിലൂടെ നാം നമ്മുടെ മനസ്സിനെ തന്നെ ശുദ്ധീകരിക്കുന്നു. നമ്മുടെ തന്നെ ശുദ്ധിക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് ദ്രോഹമില്ലാതിരിക്കാനും ലോകത്തിൻ്റെ നന്മയ്ക്കും വേണ്ടിയുള്ള ഈ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിലാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇത്തരമൊരു ജീവിതമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ടാണ് അശ്രദ്ധയരുത് എന്ന് ഭഗവത്ഗീത നമ്മളെ ഉപദേശിക്കുന്നത്. ആത്മീയ കഥകളുടെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും ശുഭദിനം നേരുന്നു.